ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആക്ച്വലി വിചാരിച്ചു നമുക്കൊരു 2 വീക്ക് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു 2 വീക്ക് ടൈം ടേബിളിൽ അതായത് ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. പ്ലസ് അതുകൂടാതെ നമ്മുടെ ക്വസ്റ്റ്യൻ സീക്വൻസിൽ അതായത് ഞാനൊരു പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഒക്കെ ഒരു അനാലിസിസ് വെച്ച് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻസ് വെച്ചാന്നുള്ളതിൻ്റെ ഒരു റിസർച്ച്, ഒരു അനലൈസിസ് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ അതിൽ എന്താ സെറ്റ്, റിലേഷൻ, ഫങ്ഷൻസ് ആൻഡ് ബൈനറി ഓപ്പറേഷന് അറൗണ്ട് 6 to 9 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാനൊന്ന് റഫായിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ പഠിച്ചിരിക്കണം. കാരണം എറൗണ്ട് എത്ര ക്വസ്റ്റ്യൻ, ലൈക്ക് ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 35 into 4 ചെയ്യുമ്പോൾ തന്നെ എത്ര മാർക്കാണ് നമുക്ക് ആ ഒരു ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതെന്ന് അറിയാം. പക്ഷെ അത് പാടുള്ളവർക്ക് വേറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. 2 dimensional ജോമെട്രി അത് ഈസി ചാപ്റ്ററാണ്. അതിൽ നിന്ന് വരുന്നത് അറൗണ്ട് 13 to 15 ക്വസ്റ്റ്യൻസ് ആണ് 2 dimensional ജോമെട്രിയിൽ നിന്ന് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വെക്ടേഴ്സിൽ നിന്നും 3 dimensional ജോമെട്രിയിൽ നിന്ന് അറൗണ്ട് ഒരു 8 ക്വസ്റ്റ്യൻ വീതം വരാറുണ്ട്. സോ അപ്പോൾ അതും നിങ്ങൾ നോക്കുക, നിങ്ങളെല്ലാം നോക്കണം. ഞാനിത് സ്ക്രീനിൽ കൊടുക്കാം. ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതിൽ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ ചില ചാപ്റ്റർ, ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ 3 to 4 ക്വസ്റ്റ്യൻസാണ്. അത് നമുക്ക് ഫുള്ള് മേടിക്കാൻ പറ്റും. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത്രയും ടഫ് വരാറില്ല. അപ്പം നിങ്ങൾ ആക്ച്വലി ഒന്ന് നോക്കിയാൽ മതി ഏതിനാണ്, അതായത് ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ തന്നെ ഷെയർ ചെയ്യാം. അതായത് എനിക്ക് പറ്റാവുന്ന അത്രയും ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്യാം ഈ ഒരു 2 വീക്സിൽ. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫിസിക്സ് നോക്കുവാണെങ്കിൽ മെക്കാനിക്സിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് മോഷൻ ഇൻ 1D and 2D അതിൽ നിന്നൊരു 4 to 6 ക്വസ്റ്റ്യൻസ്. വർക്ക്, എനർജി, പവർ ഒക്കെ ടിപ്പിക്കലി എന്താണ്, ആ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. വർക്കിൻ്റെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ അത് നോക്കിയാൽ ബാക്കി നമുക്ക് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളും ഞാൻ നമ്മുടെ സ്ക്രീനിൽ ഷെയർ ചെയ്ത് വെച്ചിരിക്കാം. അപ്പം നിങ്ങൾക്കത് നോക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, അതായത് കെമിസ്ട്രിയുടെ നോക്കുമ്പോഴത്തേക്കും, അതായത് CBSE-യിലുള്ളവർക്ക് സോളിഡ് സ്റ്റേറ്റ് ചാപ്റ്റർ ഇല്ല. ബട്ട് നിങ്ങൾ പഠിക്കണം. കാരണം 2 ക്വസ്റ്റ്യൻ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വരും. അത് എപ്പോഴും ഏറെക്കുറെ റിപ്പീറ്റഡ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ സോളിഡ് സ്റ്റേറ്റിന് ആ 2 ക്വസ്റ്റ്യൻസ് എനിക്ക് കവർ ചെയ്യാൻ, ലൈക്ക് ഞാൻ ഒരു 4 അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഏത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊന്ന് അനലൈസ് ചെയ്തിട്ട് ഞാൻ മാക്സിമം അത് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഞാനൊരു PDF ആയിട്ട് ഒരു ഡ്രൈവ് ലിങ്കോ എന്തെങ്കിലും പോസ്റ്റിൽ ഷെയർ ചെയ്യാം. സോ യെസ്, അപ്പോൾ ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ ഒന്നുകൂടെ സ്ക്രീനിൽ എല്ലാ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസും വൃത്തിക്ക് കാണിക്കുക. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മീൻസ് അങ്ങനെയല്ല, ക്വസ്റ്റ്യൻസ്, അതായത് ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ വേഗം ഇപ്പം തുടങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിലും പഠിച്ചു തുടങ്ങാം. അതായത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് നോക്കുക, അതിൻ്റെ ഫോർമുലാസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ അതിൻ്റെ ടൈപ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. ഇപ്പം നാളെ തൊട്ട് നിങ്ങൾ തുടങ്ങേണ്ട ടൈം ടേബിളാണ് ഞാൻ ഇനിയും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. ഇതൊരു നോർമൽ എക്സാം പോലെ കണ്ടാൽ മതി. പക്ഷെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. അത് ചിലപ്പോൾ ഭയങ്കര ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർ ലാസ്റ്റ് കൊണ്ടുവെക്കും. എന്നിട്ട് പാടുള്ളതൊക്കെ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പം നമ്മുടെ ഇതിനുള്ള മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യുക. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 2 വീക്ക് ടൈം ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഡോക്ക് പോലെ വേണമെങ്കിൽ അതും ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ സ്ക്രീനിൽ എന്തായാലും കൊടുക്കാം കേട്ടോ. സോ അപ്പം ഇതിൽ മെയിനായിട്ട് മാത്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, 2 dimensional ജോമെട്രി ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ്. ഇത് തന്നെ പഠിച്ചാൽ എറൗണ്ട് മാത്സിൽ ഒരു 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ 3 ചാപ്റ്റർ പഠിച്ചു. പക്ഷേ ബാക്കി ചാപ്റ്റേഴ്സും ഉണ്ട്, പക്ഷെ നമുക്ക് ഏതേതാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് കട്ട് ചെയ്താലുള്ള പ്രശ്നം അത്. അപ്പം മെയിൻലി ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ഇത് അറൗണ്ട് ഒരു 4 to 6 ക്വസ്റ്റ്യൻസ് എല്ലാ തവണയും വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തായിരുന്നു. ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്ത് ബാക്കി ചാപ്റ്റേഴ്സ് തൽക്കാലം വിടുന്ന രീതിയിൽ ഇട്ടോ. കാരണം അത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് മാത്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം ചിലപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം.
അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മാത്സ് അറിയാലോ ഒരു ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആയിട്ടാണ്. അപ്പോൾ മാത്സിന് നിങ്ങൾ വേറെ ഒരു മാർക്ക്, അങ്ങനെയാണ്. ഫിസിക്സും കെമിസ്ട്രി ഒരുമിച്ചായിരിക്കും. അപ്പം ഇത്തവണ എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും. എനിവേസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണല്ലോ. ഇത് എൻ്റെ തവണയായിരുന്നു ഡിഫറെൻ്റ് ആയിട്ട് വന്നത്. അത് ഞാനൊരു 2 വീക്ക്, അതായത് ഫിസിക്സിനും കെമിസ്ട്രിയും നമുക്ക് കുറച്ച് കീ ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. സിലബസ് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഞാനെല്ലാം ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷന്. കാരണം ഇപ്പോഴും എനിക്കറിയാം മോട്ടിവേഷൻ ഒന്നും കിട്ടാതെ ഇങ്ങനെ, എനിക്കും അറിയാവുന്ന കുറേ പേരുണ്ട് മോട്ടിവേഷൻ കിട്ടാതെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഈ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്ത് ഒരു നല്ല റാങ്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര വലിയതാണ്. ആക്ച്വലി നല്ലൊരു കോളേജിൽ കയറാൻ പറ്റും. നല്ലൊരു കോളേജിൽ കയറി ഒബ്വിയസ്ലി നമുക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടും. അത് മാത്രമല്ല, നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കോളേജാണ് ഏറെക്കുറെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ കരിയർ എങ്ങനെയാണ്. നമ്മുടെ കരിയറിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിക്കാൻ എന്താ വേണ്ട, മണി വേണം എന്തായാലും അല്ലേ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഇപ്പം ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു കമ്പനി ഓണറോ ആവാനൊന്നും പറ്റത്തില്ല. സോ ടിപ്പിക്കലി എന്താണ്, ഒരു ജോലി നേടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ ഒരു ഫാർമസി ആയിക്കോട്ടെ, എന്തിനായാലും വി വിൽ ബി ഗെറ്റിംഗ് എ ജോബ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു ജോലി കിട്ടും, നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ. സോ അതൊരു ചെറിയൊരു മോട്ടിവേഷൻ ആയിരുന്നു, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് അപ് ടു യു. ബട്ട് ഐ ബിലീവ് നമ്മൾ ഇനിയും നിങ്ങൾക്ക് ദിവസമുണ്ട്. ഇനിയും നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്. നിങ്ങൾ എഴുന്നേൽക്കുക, ഉറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് എനിക്കറിയാം ഒരുമാതിരി ഒരു സാമട്ടായിരിക്കും. കാരണം എന്താ, ഓക്കെ സ്കൂൾ എക്സാം കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ സ്കൂൾ എക്സാം കൊണ്ട് മാത്രം ആയില്ല. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ എക്സാമും എൻട്രൻസും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നവർക്ക് എന്താണ്, ഒരു നല്ല കോളേജിലൊക്കെ കയറുമ്പോൾ നമുക്ക് അത്ര എക്സ്പോഷറാണ് കിട്ടുന്നത്. നമ്മൾ ഒരു ചെറിയൊരു സർക്കിളിലാണ് സ്കൂളിൽ നിൽക്കുന്നത്. പക്ഷെ കോളേജിലാകുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള പിള്ളേരെ കാണുന്നത്. ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള പിള്ളേർ, അവരുടെ ടാലൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കോളേജ് ലൈഫും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, April 7 തൊട്ട് April 23 വരെയുള്ള ഒരു ടൈം ടേബിളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം ഞാൻ ഡെയിലി ഒരു 7 മണിക്ക് 7 o'clock എണ്ണിക്കുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ 7 to 12 നിങ്ങൾ ആക്ച്വലി രാവിലെ മാത്സ് പഠിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. രാവിലെ ഒരു സമയത്ത്. ഉച്ചയ്ക്ക് എനിക്കറിയാം പൊതുവെ ഞാൻ ഒരു 1 to 4 കൊടുത്തതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലംസ്. ഐ ജസ്റ്റ് ഗേവ് ദിസ് മച്ച് അവേഴ്സാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഫിസിക്സിലെ മെക്കാനിക്സ്, ഓപ്റ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് അതാണ് നമ്മൾ ആഫ്റ്റർനൂൺ അത് പല പല ദിവസങ്ങളായിട്ടാണ്. അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഞാൻ കാണിക്കാം. ഈവനിങ്ങിൽ ഓർഗാനിക്, അതായത് കെമിസ്ട്രിയിൽ ഓർഗാനിക് വേണം, ഫിസിക്കൽ കെമിസ്ട്രി വേണം, ഇൻഓർഗാനിക്. ഇതാണല്ലോ 3 ഉള്ളത്. പിന്നെ നൈറ്റ് നമ്മൾ ഈ പ്രാക്ടീസ് പ്രോബ്ലംസും മോക്ക് ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് വീക്ക് 1 നോക്കാം. വീക്ക് 1ൻ്റെ അകത്ത് എന്താണ്, April 7 തൊട്ട് April 13 വരെയുള്ള കാര്യങ്ങളാണ്. അപ്പം ആദ്യത്തെ 3 ദിവസം നമ്മൾ മാത്സിൻ്റെ എന്തൊക്കെ പഠിക്കണം, ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻസിയേഷൻ. അതായത് ഡിഫറൻസിയേഷൻ മൊത്തവും 3 ദിവസം കൊണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല 3 ദിവസം എത്ര മണിക്കൂറാണ് നമ്മൾ മാത്സിന് കൊടുക്കുന്നത്. 7 തൊട്ട് 12 എന്ന് പറയുമ്പോഴത്തേക്കും 7 തൊട്ട് 8 വരെ, 8 തൊട്ട് 9 വരെ, 9 തൊട്ട് 10 വരെ, 10 തൊട്ട് 11, 12, ഒരു 5 മണിക്കൂറാണ് നമ്മളിതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 മണിക്കൂർ നിങ്ങൾക്ക് എനിക്കറിയാം ഒറ്റ സ്ട്രെച്ചിൽ പഠിക്കാൻ പാടായിരിക്കും. അപ്പം നിങ്ങൾ മിക്സ് ആയിട്ട് പഠിച്ചോ. ഇത് ബോറടിക്കുമ്പോൾ വേറെ വിഷയം എന്താ വെച്ചാൽ ഫുള്ള് തിയറി പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് ഒരുമാതിരി വെറുതെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് വിട്ടിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് മതി. കീമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിച്ചാൽ ഏറെക്കുറെ നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ മാർക്ക് കിട്ടാനൊന്നും പോകത്തില്ല. പിന്നെ ഇൻ്റഗ്രൽ കാൽക്കുലേഴ്സ് ആണ് നമ്മുടെ Day 4 to 5 ചെയ്യേണ്ടത്. Day 4 to 5 നിങ്ങൾ April 7 തൊട്ട് 13 വരെയുള്ള വീക്കിൻ്റെ അകത്ത് നോക്കി ചെയ്യണം. ഇത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മാറ്റാം. ഇത് ജസ്റ്റ് ഞാനൊരു ഐഡിയൽ ഒരു ടൈം ടേബിൾ പോലെ തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് മാറ്റാം, നോ ഇഷ്യൂസ്. പക്ഷെ നിങ്ങൾ ഈ 3 തീർത്തിരിക്കണം. അതിൽ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, 2 dimension. ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും പാടുള്ളവർ മാക്സിമം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചില എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോയും ഞാൻ മാക്സിമം
നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഫിസിക്സിൽ നിങ്ങൾ ആദ്യത്തെ 2 ദിവസം മെക്കാനിക്സ്, അതായത് മോഷൻ, ലോസ് ഓഫ് മോഷൻ, അതൊക്കെ ഭയങ്കര ബേസിക് സാധനങ്ങളാണ്. അതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, 4 to 6 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. Day 3 to 4 നിങ്ങൾ ഒപ്റ്റിക്സ്, റേ ഒപ്റ്റിക്സ്, വേ ഒപ്റ്റിക്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതും നിങ്ങൾ Day 3 to 4 ഞാൻ പറഞ്ഞില്ല, ഒരു പർട്ടിക്കുലർ അവർ ഞാൻ പറഞ്ഞായിരുന്നു, ആ ഒരു ഇടയിൽ നിങ്ങൾ പഠിക്കുക. പിന്നെ Day 7 തേർമൽ ഫിസിക്സ് പഠിക്കുക. Day 1 to 2 ഓർഗാനിക്, അതായത് കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി ആദ്യം പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച് എക്സാം ഇപ്പം കഴിഞ്ഞിരിക്കുമല്ലോ, അതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ Day 3 to 4 ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ. പിന്നെ അടുത്ത വീക്ക് വരും, നിങ്ങൾ മാക്സിമം ഈ ഒരു വീക്കിൽ അത്യാവശ്യം പോർഷൻസ് ഒക്കെ വായിച്ച്, അല്ലെങ്കിൽ തിയറിറ്റിക്കൽ പോർഷൻസ് വായിച്ച് തറവാക്കാൻ നോക്കുക ഈ ഒരു വീക്കിൽ. അടുത്ത വീക്കോട്ട് പ്രോബ്ലംസ് ചെയ്യുക. ഒന്നെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആക്ച്വലി തിയറിയും പ്രോബ്ലംസും അറ്റ് എ ടൈം ഒരുമിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഐഡിയൽ ടൈം ടേബിൾ തന്നേ ഉള്ളൂ, ചുമ്മാ ഒരു ടൈം ടേബിൾ തന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. പക്ഷെ അവേഴ്സ് ഒരിക്കലും തെറ്റിക്കരുത്. ഇത്ര അവേഴ്സ് നിങ്ങൾ പഠിക്കണം ഒരു ദിവസം, എന്നാലും നമുക്ക് ആ ഒരു ഈ എക്സാം മാത്രമല്ലല്ലോ, എനിക്ക് ഈ കുസാറ്റിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ആക്ച്വലി നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. ഈ ഒരു മാസം കൂടി നിങ്ങൾ പഠിച്ചാൽ മതി. ആ കുസാറ്റിൻ്റെയും കീമിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഐ പ്രിഫർ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. അപ്പോൾ Day 8 to 10, Day 11 to 12, Day 13 to 14 അൽജിബ്ര നോക്കുക, 8 to 10 പ്രാക്ടീസ് മെക്കാനിക്സും ഒപ്റ്റിക്സും ഒക്കെ നോക്കുക, 11 to 12 ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അടുത്ത വീക്ക്, അതായത് 3rd വീക്കിലേക്ക് വരുമോ, 3rd വീക്ക് എന്ന് പറഞ്ഞാൽ ആകെ 2 ദിവസമേ കിട്ടത്തുള്ളൂ, 1, 2, 3 ദിവസം കിട്ടും. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ April 21st തൊട്ട് 23rd വരെ ഫുൾ മോക്ക് ടെസ്റ്റ്, അതായത് ഒരു 3 മണിക്കൂർ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, കറക്റ്റ് ടൈമിൽ ഇത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. മോക്ക് ടെസ്റ്റും കുറേ അവൈലബിൾ ആണ്, അത് വേണമെങ്കിൽ ഞാൻ അതും ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്, അതായത് എത്ര ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എത്രയും വേഗം ചെയ്യുക, അതാണ് ഏറ്റവും മെയിൻലി ആയിട്ട് വേണ്ടത്. പിന്നെ ഒരു ജസ്റ്റ് ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മറി പോലെ, ഇത് എങ്ങനെയാണ് പഠിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സമ്മറി പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ മാത്സിൽ ഞാൻ പറയുവാണെങ്കിൽ ഡിഫറൻഷ്യൽ കാൽക്കുലസ്, ഇൻ്റഗ്രൽ കാൽക്കുലസ്, 2-dimensional ജോമെട്രി ആൻഡ് അൽജിബ്ര കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫിസിക്സിൽ മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, പിന്നെ മോഡേൺ ഫിസിക്സ്, മാഗ്നറ്റിസം, അതൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. കെമിസ്ട്രിയിൽ ഓർഗാനിക് നന്നായിട്ട് നോക്കുക, ഫിസിക്കൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക്, അതായത് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ പ്രിഫർ ചെയ്യണം. ഹയസ്റ്റ് നമ്പർ ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നോ ആ ചാപ്റ്റർ വേണം നിങ്ങൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ. പിന്നെ ഒട്ടും അങ്ങനെ തിയറിയൊക്കെ പഠിക്കാൻ മടിയുള്ളവർ ഫോർമുലാസ് മാത്രം നോക്കുക ആ ചാപ്റ്ററിൽ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മെയിൻലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ സൊല്യൂഷൻസും അവൈലബിൾ ആണ്, ഏറ്റവും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പാടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ മാത്രം വീഡിയോസ് ചെയ്യാം. ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനും എനിവേസ് ഞാൻ വീഡിയോ ഇട്ടായിരിക്കും. നിങ്ങൾക്ക് അത്രയും പാടുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. ഇതാണ് ഒരു 2 week ഒരു ഹൈ പാക്കേജ് പ്ലാൻ ആണ്. നിങ്ങൾക്ക് ഇത്ര സ്കോർ കിട്ടുന്നൊന്നും ഞാൻ ഭയങ്കര വാഗ്ദാനമൊന്നും ചെയ്യില്ല, അത് നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. ബട്ട് മെയിൻലി ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഞാൻ കുറേ റിസോഴ്സസ് നിങ്ങൾക്ക് വേണ്ടി തരാം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലംസ് ഇൻ ദാറ്റ്. അപ്പോഴത്തേക്കും ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, ഈ ഒരു ടൈം അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് പാടായിരിക്കും ആ ഒരു സൈക്കിളിലേക്ക് വരാൻ, പക്ഷേ 2ാമത്തെ ദിവസം ആകുമ്പോൾ അതങ്ങ് ഒരുമാതിരി ശീലമാണ്. ഒരു 3-4 days ആകുമ്പോൾ നിങ്ങൾ ഇരുന്ന് പഠിക്കാനുള്ള ഒരു മൂഡ് വരും നിങ്ങൾക്ക്. അപ്പം ഫസ്റ്റ് ഡേ എനിക്കറിയാം ഈ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നില്ല, ആരും ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ ഇതിൽ നിങ്ങളൊരു, ഞാൻ പറയുന്ന ഒരു 5 hours എങ്കിലും മിനിമം നിങ്ങളൊന്ന് നോക്കണം. എങ്കിൽ നമുക്കൊരു ഒരു കുറച്ചെങ്കിലും അത്യാവശ്യം നല്ലൊരു റാങ്ക് കിട്ടും. അതും ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. നിങ്ങൾ ചെയ്യുന്ന അപ്രോച്ചാണ് എപ്പോഴും നോക്കേണ്ടത്.
സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പം മാക്സിമം എൻ്റെ ചാനലിലൂടെ നിൽക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ ബൈ, സി യു.